രാത്രിയുടെ സൗന്ദര്യം. ഏകദേശം വെളുപ്പാങ്കാലമായി, 3 മണിയോളം ആവാറായിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോമാണ് ഞാൻ. വർക്ക് ഫ്രം ഹോമിൽ രാത്രിയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നു, എത്രയോ പേര് ഉണർന്നിരിക്കുന്നു അല്ലേ, എത്രയോ പേര് സുഖമായി കിടന്നുറങ്ങുന്നു. സോ കുറേ പേര് പഠിക്കും പ്ലസ് ഹാൻഡ്ലിങ് ദെയർ ജോബ് അല്ലേ, ഒത്തിരി പേര് അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി ഉറങ്ങാതെ എപ്പോഴും ഉറങ്ങുകയാണോ എന്നറിയില്ല, പുള്ളിക്കാരനും പണിയെടുക്കുവാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ്ഷിപ്സാണ് ഈ രാത്രി പണിയെടുത്ത് പകൽ, പ്രത്യേകിച്ച് എസ്പെഷ്യലി വുമൻസ്. അവർക്ക് ചിലപ്പോൾ പണിയെടുക്കും, കൂടെ അവർ പണിയെടുക്കുന്നു, പിന്നെ വീട്ടിലെ പണിയെടുക്കണം അല്ലേ, ഒത്തിരി കാര്യങ്ങളാണ്. ചിലപ്പോൾ ലോ എനർജി ആകുമ്പോൾ ഈ പുള്ളിക്കാരനാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. രാത്രി പണിയെടുക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, എൻ്റെ കൊച്ചിനെ നോക്കുന്നു, കുറച്ചു നേരം പഠിക്കുന്നു, പിന്നെയും പണിയെടുക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരേ റൂട്ടീൻ ഇങ്ങനെ റിപ്പീറ്റായി വരുമ്പോൾ ചിലപ്പോൾ ഡിപ്രഷനൊക്കെ വരും. അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ മൂഡ് ചേഞ്ചർ, അല്ലെങ്കിൽ നമ്മളെ പീസ്ഫുള്ളാക്കി വയ്ക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിലാക്സേഷനാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി ഒരു പരിപാടി തുടങ്ങിയത്. സോ ഇതാണ് ഹംബി, എൻ്റെ മൂഡ് ചേഞ്ചർ അല്ലെങ്കിൽ എനർജി ബ്രിങ്ങർ അല്ലെങ്കിൽ എൻ്റെ മോളുടെ അവൾ ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. സോ ഷീ ആൻഡ് ഈ പെറ്റ്സൊക്കെയാണ് എൻ്റെ എനർജി കൊണ്ടുവരുന്ന ആൾക്കാർ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വീക്കെൻഡ് അഗെയിൻ. സോ വർക്ക് ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡേ ആണ് ഫ്രൈഡേ. സോ ലെറ്റ്സ് എൻജോയ് ദ വീക്കെൻഡ്.